വിഷ്വൽസ് അത് ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അതായത് മമ്മൂട്ടിയുടെ സൗണ്ട് അവിടെ വന്നാൽ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി കണക്റ്റഡ് ആയിരിക്കും, നമ്മൾ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടി എല്ലാവരിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മമ്മൂക്കാൻ്റെ അടുത്ത് പോയത്. ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു, ഒന്ന് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക അത് എനിക്ക് ആ ഡയലോഗ്സ് അല്ലെങ്കിൽ അത് പറഞ്ഞു തന്നു. അതുകൊണ്ട് ആ ഒരു ഡിസ്കഷന് ശേഷമായിരിക്കാം മമ്മൂക്ക ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം. അദ്ദേഹം വന്നു, ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തു. ഇപ്പം ഈ സിനിമ എല്ലാവർക്കും കാണാനായിട്ടുള്ളൊരു താല്പര്യത്തിലാണ് ഇപ്പം എല്ലാവരും ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഗപ്പിയൊക്കെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ, പക്ഷെ പറ്റിയില്ലായിരുന്നു. ഇപ്പം നമുക്ക് അത് പറഞ്ഞപ്പോൾ ആ സിനിമ എല്ലാവരിലേക്കും ആ ഒരു 2 വരിയിൽ എല്ലാവരിലേക്കും എത്തി. അതാണ് ദൈവാനുഗ്രഹം, ഭാഗ്യം. എവിടെയൊക്കെ ഒരു ബന്ധമുള്ളത് പോലെ തന്നെ തോന്നും. ഞാൻ കുറേ ആഗ്രഹിച്ചു, ഞാനിങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്തു വന്ന കാര്യങ്ങളിലൊക്കെ തന്നെ എനിക്ക് അതുമായിട്ട് ബന്ധമുണ്ടല്ലോ എന്ന് തോന്നിപ്പോകും. അതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്തത് ഒരു പക്ഷേ ഞാൻ ഇത്തിരി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഇദ്ദേഹം കുറച്ചും പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ വേറൊരാളായ ചിലപ്പോൾ വേറൊരു രീതിയിൽ അത് കണ്ടേക്കാം. എനിക്ക് കിട്ടിയപ്പോൾ എനിക്കൊരു ആർത്തി തോന്നി, സന്തോഷം, കാര്യങ്ങളൊക്കെ. എനിക്കൊക്കെ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല, അങ്ങനെ ഒരു വേഷമുണ്ട്. നമ്മളൊരു പരിമിതികളൊക്കെ ഉണ്ടല്ലോ, അതാണ്. നമുക്ക് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, അപ്പം എൻ്റെ ചെറിയ ഫോണാണ്, വാട്സപ്പൊന്നും ഇല്ലാത്ത ഫോണാണ്. എനിക്കത് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊരുപാട് സമയം കളയാനോ ഇല്ലയെന്ന് വെച്ചിട്ട് ഞാൻ ശ്രമിക്കാതിരുന്നതാണ്. ഒരു ദിവസം നമുക്ക് അപ്പം എല്ലാവരും വിളിക്കുന്ന മോൻ്റെ ഫോണിൽ വിളിക്കും, വിശേഷം അന്വേഷിക്കും, തിരിച്ചു പറയും. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഫോൺ തന്നിട്ട് വഴക്ക് പറഞ്ഞു. നമുക്ക് വല്ലതും പറയണമെങ്കിൽ തന്നെ കുട്ടികളെടുത്താണോ പറയാൻ, ഞങ്ങളെ പോലെയുള്ള തെറിയൊന്നും കേൾക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് തുടങ്ങിയത്. അപ്പോൾ എന്നിട്ട് അത് എടുത്തന്നെ വിളിച്ച് പറഞ്ഞ് റെഡിയായിരുന്നു. അന്നേരമാണ് ഈ ഷിനിഗാമിയുടെ കാര്യവും കുട്ടൻ്റെ ഷിനിഗാമി ജലധാര പമ്പ് സെറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്, ഈ ചിലർ വലിയ ആവേശത്തോടെ സിനിമയും കഥയൊക്കെ പറഞ്ഞ് ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിക്കും. ഷൂട്ടിംഗ് തീരുമ്പോൾ അവരെല്ലാം നേടിയതുപോലെ അങ്ങ് തളർന്ന് ഇരുന്നേക്കും, ഇനി അവരുടെ ജോലിയല്ലാത്ത പോലെ. പിന്നെ എന്തൊക്കെയോ അതിനെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നതല്ലാതെ തിയേറ്ററിൽ വരുന്നവരെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷമാണ് ഇപ്പം പണിയുള്ളത്. അത് 100 കാര്യങ്ങളാണ്. ജനങ്ങളിങ്ങനെ തിരക്കുടിച്ച് ഓടുന്നതിനിടയ്ക്ക് അവരെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ്. അത്രയും സ്ട്രെയിൻ എടുക്കാൻ വയ്യ. അവർ പറഞ്ഞെന്തോ ചെയ്തു വെച്ച് മഹത്തര കാര്യം, ഇനി എല്ലാവരും കണ്ടോളണം എന്നുള്ളൊരു ധാരണ പ്രകാരമാണ് നമുക്ക് പറഞ്ഞ പോലെ ആ സിനിമകൾ പലരും എത്താതെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന, അത്രയും ഊർജ്ജമുള്ള, അങ്ങനെ സിനിമ അറിയാവുന്ന ജനങ്ങളെ ബഹുമാനിക്കുക എന്ന് തന്നെയാണ് പറയേണ്ടത്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ചേരുമ്പോഴാണ് നമുക്കും ഒരു സമാധാനം. ചെയ്തതിൽ അർത്ഥമില്ലാതായില്ല, അർത്ഥമുണ്ടല്ലോ, അതങ്ങനെ ആയിപ്പോയല്ലോ, ഇരുട്ടത്ത് നിന്നല്ലല്ലോ കുഞ്ഞനം കാണിച്ചത്, നേരിട്ടല്ലേ എന്നൊക്കെ പറയാൻ തോന്നുന്നത് അങ്ങനെ വരുമ്പോഴാണ്. ഞാൻ പിള്ളേരുടെ കൂട്ടത്തിലാണ്. പ്രായമാവാനുള്ള സമയം കിട്ടിയില്ല ഇതുവരെ. ഞാൻ ഇവരെ പോലെ കൂടെയൊക്കെ തന്നെയാണ്. പിന്നെ അന്തം വിട്ടാൽ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ പോലെ അങ്ങ് ചെയ്തു പോണതാ. ഇങ്ങനെയൊക്കെ സംസാരിക്കുക മുമ്പ് ഭയങ്കര കഷ്ടപ്പെട്ട് വന്നതാണ്. കണ്ടന്റ് ക്രിയേഷനിലൂടെയാണ് സിനിമയിലോട്ട് വരുന്നത്. ഇതൊക്കെ നമ്മുടെ സ്വപ്നമായിരുന്നു, ഇങ്ങനെ തിയേറ്ററിൽ വന്ന് കാണുക എന്നൊക്കെ പറയുന്ന നല്ലൊരു വേഷം ചെയ്യുക എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ്. പകുതി പണിയും ജോണേട്ടനാണ് ചെയ്തിട്ടുള്ളത്. പുള്ളി പറയുന്ന പോലെ ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഹാപ്പിയാണ്. കഷ്ടപ്പെട്ടാണ് വന്നത്, അതിൻ്റെ റിസൾട്ടാണ് ഈ സിനിമ. അത് ആദ്യം കുറച്ച് വലിയ സിനിമയൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ഉണ്ടായിരുന്നതാണ്. പക്ഷെ നല്ല സിനിമയായിട്ട് പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചു. ആ സീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എൻ്റെ മനസ്സിൽ അന്നേരം ഉണ്ടായിരുന്നത് ഇന്ദ്രൻ സേനെ അടിക്കുക എന്നുള്ളത് വല്ലാത്തൊരു ഫീലായിരുന്നു. കാരണം എങ്ങനെ അടിക്കും എന്നുള്ളതാണ് എൻ്റെ ചിന്ത. പക്ഷെ ആ സിറ്റുവേഷൻ ഡിമാൻഡ്സ്, അതുകൊണ്ട് തന്നെ ഞാനും ഒരു തരത്തിൽ പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന ഒരാളാണ് ഞാനും. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അറിയാം.
ഒരു സിനിമ ചെയ്യുമ്പോൾ അല്ല ഒരു സീൻ ചെയ്യുമ്പോൾ അത് അഭിനയിക്കുന്ന ആളുകൾ തെറ്റിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു ഇറിറ്റേഷൻ 100 ടേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പിന്നെ ചെയ്യുക. അപ്പോൾ അത് അതെ അത് പറയാൻ പാടില്ല. നിങ്ങളത് അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ആ സിറ്റുവേഷനിൽ എൻ്റെ മനസ്സിൽ ഇന്ദ്രൻ ചേട്ടനെ എങ്ങനെ ഞാൻ അങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതെല്ലാം ഇതാ ഇരിക്കുന്ന മനുഷ്യൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, എന്നോട് കഥ പറയുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ജോണിനെ ആയിരുന്നു. കാരണം അദ്ദേഹം എത്രമാത്രം എക്സൈറ്റഡ് ആയിട്ടാണ് ഈ കഥ പറയുന്നത് എന്ന് അത് അദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ്, അത് മാത്രമായിരുന്നു ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമാണ്. അതും നമ്മുടെ ജോൺ പോൾ തന്നെയാണ്. കാരണം അതിനകത്ത് ഈ കഥ കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ്റെ ലുക്ക് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം, ആ ഫോട്ടോ നോക്കി നമുക്ക് അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഞാൻ പോലും ഇഷ്ടപ്പെടാത്ത എൻ്റെ പഴയ ഒരു ലുക്ക്, അതായത് 94 ഞാൻ കേരള യൂണിവേഴ്സിറ്റി മിമിക്രി അവതരിപ്പിക്കുന്ന അന്ന് എനിക്ക് മീശയില്ലായിരുന്നു. മീശ അത് ഒരു സ്കിറ്റിന് വേണ്ടി മീശ എടുത്തിട്ട് അന്ന് മീശയില്ലാതെയാണ് ആ പെർഫോമൻസ് ചെയ്തത്. അപ്പോൾ അന്നത്തെ ഒരു വീഡിയോ ഈ സമയത്ത് യൂട്യൂബിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ലുക്കാണ് എനിക്ക് വേണ്ടതെന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞത്. എൻ്റെ ഫോട്ടോ തന്നെ എടുത്തിട്ട് അത് എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു ലുക്കാണ്. അതെടുത്തിട്ട് പറയണ എനിക്ക് ഈ ലുക്കാണ് വേണ്ടത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പക്ഷെ അന്നേരം എനിക്ക് മീശ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ എങ്കിലും ജോണിൻ്റെ ഒരു ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ മീശ എടുത്തു. അതിന് വേണ്ടിയിട്ട് മീശ എടുത്ത് ഈ കഥാപാത്രത്തിന് വേണ്ടി ഇങ്ങനെ ആ ലുക്ക് ആയതാണ്. നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഡിഫറെൻറ്റ് ലുക്ക് വേണമെന്ന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സംഭവിച്ചത്. അത് ഇവരെ പോലത്തെ ആക്ടേഴ്സിനോട് എന്ത് പറഞ്ഞു കൊടുത്താലും ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മള് ജോമോനെയാണല്ലോ, ഇന്ദ്രൻ സാറിനെ പിന്നെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ ജോമോൻ ഭയങ്കര പുതിയ ആളാണ്, ആദ്യമായിട്ടാണ് ഇത്ര ഒരു വലിയ കഥാപാത്രം ചെയ്യുന്നത്. പക്ഷെ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ജോമോൻ പെർഫോം ചെയ്യുന്ന കണ്ടപ്പം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാണ്. നമുക്ക് ആ കഥാപാത്രത്തെ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം, ഇങ്ങോട്ട് വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു 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 ആക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിരുന്നു. ഇവരെല്ലാവരും എല്ലാ കഥക്കും ബിപിൻ പെരുപ്പള്ളി പുള്ളിനെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പം ആ ലുക്കൊക്കെ പിടിച്ച് നമ്മൾ അതിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ആളുടെ പെർഫോമൻസ് കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ ആ ലൊക്കേഷനിൽ പോലും ആ കഥാപാത്രമായിട്ട് അങ്ങ് ജീവിക്കുമായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൽ വന്നിരിക്കുന്ന ഓരോ കുഞ്ഞു ക്യാരക്ടർ ചെയ്ത ആൾക്കാർ പോലും നന്നായിട്ട് തന്നെ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. പ്രായമാവുന്നവരല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഈ പ്രായത്തിൽ അടിച്ചു പൊളിച്ച് നടക്കാൻ വിചാരിച്ചു, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ലല്ലോ. Last